LDF-ലെ കരുത്തരായ പക്ഷം CPI. CPI-യുടെ കരുത്തനായ നേതാവ് ഏത് അനീതിയോടും കക്ഷി രാഷ്ട്രീയം നോക്കാതെ മുഖം നോക്കാതെ തിരിച്ചു മറുപടി പറയുന്ന രാഷ്ട്രീയ നേതാവ് കാനം രാജേന്ദ്രൻ. അദ്ദേഹം രാഷ്ട്രീയ കേരളത്തെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. അതിനിടയിൽ CPI-യുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയെ നിയോഗിക്കുന്നു. CPI-യുടെ പുതിയ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം വരുന്നു. കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളിലൂടെ പലതവണ പറഞ്ഞ ഒരു പേരാണ് തനിക്ക് പകരം ബിനോയ് വിശ്വം ആ സ്ഥാനത്തേക്ക് വരണമെന്ന്. പക്ഷേ ബിനോയ് വിശ്വം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനോട് എതിർപ്പുള്ള ഒട്ടനവധി പേർ CPI-യിൽ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിൽ ഒരുപാട് വിമർശനങ്ങളും പ്രതിഷേധങ്ങളും അലയടിച്ചിരുന്നു CPI. ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അത്തരത്തിൽ യാതൊരു കത്തുകളും പാർട്ടിക്ക് നൽകിയിട്ടില്ല എന്ന് CPI-യുടെ മറ്റൊരു വിഭാഗ നേതാവായ ഇസ്മയിൽ വെളിപ്പെടുത്തിയിരുന്നു. തുടക്കം മുതൽ തന്നെ ബിനോയ് വിശ്വത്തിന്റെ സ്ഥാനാരോഹണത്തിൽ നിരവധി പേർ പ്രതിഷേധം അറിയിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ഇസ്മയിൽ. CPI-യിലെ പ്രധാനപ്പെട്ട രണ്ട് പക്ഷങ്ങളായിരുന്നു ഇസ്മയിൽ പക്ഷവും കാനം രാജേന്ദ്രന്റെ പക്ഷവും. പക്ഷേ കാനം രാജേന്ദ്രൻ എന്ന് പറയുന്ന അധികായനായ നേതാവിന്റെ പക്ഷത്തിന്റെ ബലത്തോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നത്ര ശക്തി ഇസ്മായിലിന്റെ കൂട്ടത്തിന് ഇല്ലാത്തത് കൊണ്ട് കാനം രാജേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവ് ദീർഘകാലങ്ങളിൽ CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയായി നിലനിന്നു. ശേഷമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ അസുഖമുണ്ടാകുന്നതും കാൽപാദം മുറിച്ചു കളയുന്നതും ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം മരിക്കുന്നതും. തലമുറ അവകാശം എന്ന് പറയുന്ന ഒരു രീതി പാർട്ടിക്കില്ല എന്നും ആ രീതിയിലാണ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്നതെന്നും ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇസ്മായിൽ ബിനോയ് വിശ്വത്തിനെതിരെ പ്രതികരിച്ചിരുന്നത്. അപ്പോഴും ബിനോയ് വിശ്വം പറഞ്ഞത് അദ്ദേഹം അത്തരത്തിൽ ഒന്നും തന്നെ പറയില്ല. പാർട്ടി കമ്മിറ്റിക്കുള്ളിൽ എടുക്കുന്ന ഒരു തീരുമാനത്തിൽ അവിടെ വെച്ച് പ്രതിഷേധം അറിയിക്കാതെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോയി തോന്നുന്നത് പറയുന്ന രീതി പാർട്ടിയിലില്ല. അതിനെതിരെ ലഭിക്കുവാൻ പോകുന്ന മറുപടിയും ശിക്ഷയും ഒക്കെ വളരെ വലുതായിരിക്കുമെന്ന തരത്തിലുള്ള ഒരു താക്കീതൊക്കെ ബിനോയ് വിശ്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്മയിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷെ നിലവിലത്തെ പ്രശ്നം അതൊന്നുമല്ല. നിലവിൽ വരുന്ന 28-ാം തീയതി ബിനോയ് വിശ്വത്തെ സംസ്ഥാന കൗൺസിലിൽ സംസ്ഥാന സെക്രട്ടറിയായി അംഗീകരിക്കുവാൻ പോകുമ്പോൾ ബിനോയ് വിശ്വത്തിനെതിരെ ഒരു വിമതനെ മുന്നിൽ നിർത്തുവാനാണ് ഇസ്മായിൽ പക്ഷത്തിന്റെ ലക്ഷ്യം. പാർട്ടിക്കുള്ളിൽ വിഭാഗീയത എന്ന സത്യം പുറത്തു പോകാതിരിക്കുവാൻ വേണ്ടി ബിനോയ് വിശ്വത്തിനോടൊപ്പം കാനം രാജേന്ദ്രനോടൊപ്പം നിന്നിരുന്ന ബിനോയ് വിശ്വത്തിന്റെ സ്ഥാനാരോഹണത്തിൽ വലിയ എതിർപ്പുള്ള ഏതെങ്കിലും ഒരു പുതുമുഖത്തെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരിക എന്ന തന്ത്രപരമായ ലക്ഷ്യമാണ് ഇസ്മയിലുള്ളത്. അതായത് ബിനോയ് വിശ്വത്തിനെതിരെ ഒരു വിമതനെ നിർത്തുക, ആ വിമതൻ കാനം രാജേന്ദ്രന്റെ പക്ഷത്തുള്ള ബിനോയ് വിശ്വത്തിന് നിലവിൽ ലഭിച്ചിട്ടുള്ള സ്ഥാനത്തോട് എതിർപ്പുള്ള ഒരാളായിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുടെ പുറത്താണ് ബിനോയ് വിശ്വത്തിനെതിരെ ഒരു പുതുമുഖത്തെ വിമതനായി നിർത്തുവാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഇസ്മയിൽ പക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള വിമർശനത്തെ തുടർന്ന് ഇതേ വിഭാഗീയത കാനം രാജേന്ദ്രന്റെ സ്ഥാനാരോഹണത്തിലും ഉണ്ടായിരുന്നു. പക്ഷെ കാനം രാജേന്ദ്രന്റെ ബലത്തോട് ഏറ്റുമുട്ടുവാനുള്ള ശക്തി അന്നില്ലാത്തത് കൊണ്ട് ഈ വിഭാഗീയത വലിയ രീതിയിലൊന്നും കത്തിപ്പടർന്നില്ല. പക്ഷെ നിലവിലത്തെ അവസ്ഥ അതല്ല. കാനം രാജേന്ദ്രനെ സ്വീകരിക്കുന്നത് പോലെയല്ല ബിനോയ് വിശ്വത്തെ കാനം രാജേന്ദ്രന്റെ പക്ഷത്തിലുള്ള ആളുകൾ പോലും സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലത്തെ അവസ്ഥയിൽ കാനം രാജേന്ദ്രൻ പക്ഷം ഇസ്മയിൽ പക്ഷത്തോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. അല്ലാതെ ഇസ്മയിൽ പക്ഷത്തിനേക്കാൾ മുകളിൽ ശക്തമായ ഒരു രീതിയൊന്നും നിലവിൽ കാനം രാജേന്ദ്രന്റെ പക്ഷത്തിനില്ല. അതായത് ബിനോയ് വിശ്വത്തിന്റെ പക്ഷത്തിനില്ല. കാനത്തിനൊപ്പം ഉണ്ടായിരുന്ന രാജാജി മാത്യു തോമസ്, മുല്ലക്കര രത്നാകരൻ, അസിസ്റ്റന്റ് സെക്രട്ടറിയായ E ചന്ദ്രശേഖർ എന്നിവരെയാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കാൻ ഇസ്മയിൽ വിഭാഗത്തിന്റെ ആലോചന. കാനം രാജേന്ദ്രന്റെ പക്ഷത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ചിലർക്ക് എതിർപ്പുണ്ട്. ആ എതിർപ്പുകളെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഇസ്മയിൽ മുൻപോട്ട് വെക്കുന്നത്. CPI-യിൽ ഇതേ തുടർന്ന് ഒരു വലിയ വിഭാഗീയത ഉണ്ടാകുമോ? ഇത് CPI-യെ പിളർപ്പിക്കുമോ? കോൺഗ്രസിന് ഗുണകരമാകുന്ന തരത്തിലേക്ക് CPI-യുടെ ഭിന്നിപ്പ് മാറുമോ എന്നൊക്കെയുള്ള അത്ഭുതകരമായ ചില മാറ്റങ്ങളൊക്കെ CPI-യിൽ ഉണ്ടാകുമോ എന്ന് കണ്ടറിയേണ്ടതായുണ്ട്.